പുതിയ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വന്തം വസ്തുവിൽ സംരക്ഷണ മതിൽ കെട്ടുന്നതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ആക്രമിച്ചെന്ന പരാതിയുമായി യുവാവ്. വെള്ളനാട് വെളിയന്നൂർ പള്ളിപ്പുറം അംബികാവിലാസത്തിൽ പ്രശാന്താണ് പരിക്കേറ്റ് വെള്ളനാട് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. റോഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വന്തം വസ്തുവിന്റെ ഉൾഭാഗത്താണ് മതിൽ നിർമ്മാണം നടന്നിരുന്നതെന്ന് പ്രശാന്ത് പറയുന്നു. ഇതിനിടെയാണ് വെള്ളനാട് ശശി സ്ഥലത്തെത്തി നിർമ്മാണം തടഞ്ഞത്. നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളെയും ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. മുൻപ് ഒടിഞ്ഞ കൈയുടെ പ്ലാസ്റ്റർ നീക്കം ചെയ്തിട്ട് മാസങ്ങൾ മാത്രമായിരുന്നുവെന്നും എല്ലുകൾ യോജിച്ചു വരുന്ന ഘട്ടത്തിലായിരുന്നു വീണ്ടും അതേ കൈക്ക് ഗുരുതര പരിക്കേറ്റതെന്നും കുടുംബം അറിയിച്ചു. ഡോക്ടർമാർ MRI പരിശോധന നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. സംഭവത്തിൽ നിയമ നടപടിക്കായി പരാതി നൽകുമെന്ന് പ്രശാന്ത് അറിയിച്ചു. ഫോട്ടോ എടുക്കണല്ല, നിങ്ങൾ ഈ ആവശ്യമില്ല പൊളിക്കുമെന്ന് പിന്നെ ഫോട്ടോ എടുക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഗുണ്ടാഴ്ച ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഗുണ്ടാഴ്ചയാണ് കാണിക്കുന്നത്? എന്നാ നിങ്ങൾ അതും പൊളിക്കി, അത് പൊളിക്കും. നിങ്ങൾ പൊളിക്കാണ് അത് പൊളിച്ചിട്ട് പൊളിക്കണം. വിളിക്കാൻ ഇത്രയും നേരം ഞാൻ മാന്യമായി സംസാരിച്ചു. നിങ്ങൾ ചുമ്മാ ഇരിക്കുമോ? പിന്നെ എന്നാ നിങ്ങൾ അത് പൊളിച്ചിട്ട് പൊളിക്കോളൂ. ശശിയാണ് നിങ്ങൾ ചുമ്മാ ആവശ്യമായിട്ട് കാര്യം പറയല്. എന്തിന് ഒരു ഞാൻ സംസാരിച്ചു? എന്തിന് പിന്നെന്തര് നിങ്ങൾ വന്നിട്ട് മറ്റേ ഓർത്തണ്ട് ഇവിടെ എന്തിനാ അവൻ ഇവിടെ വസ്തു കിടക്കുന്നത്? അവൻ ഈ പരാജയത്തിനോട് വസ്തു കിടക്കുന്നത്. ഇത്രയും നിങ്ങളെ കണ്ണു മുമ്പ് അത്രയും അനധികൃതമായി ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പാലോട്ട് കയറിക്കോട്ടെ. അതെന്തൊരു ഏർപ്പാട്? ചീത്ത വിളിക്കണം, സൂക്ഷിച്ച് വിളിക്കണം. ചീത്ത വിളിക്കണം, സൂക്ഷിച്ച് വിളിക്കണം. ചീത്ത വിളിക്കണം എന്താ നിങ്ങൾ? എന്തൊരു ചീത്ത വിളിക്കാൻ എന്തായാലും ചീത്ത വിളിക്കാൻ പണിക്കാരെ നീ ആര് ചീത്ത വിളിക്കാൻ? ശശിയാണ് ഞാൻ മാന്യമായി നിങ്ങളോട് സംസാരിച്ചു പറയാനല്ല. എന്തൊരു നിങ്ങൾ കൈകാര്യം പിടിച്ച് എന്തായാലും ചേട്ടൻ കൂട്ടാനും കമ്പനി അതിൻ്റെ താഴെ കൂട്ടാനുള്ള സ്ഥലത്തിൻ്റെ ചേട്ടൻ വീട് വെക്കുന്നുണ്ട്. അത് ബന്ധപ്പെട്ട് മതിൽ കെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ശശിയണ്ണൻ കപ്പന ഒരു കാറിൽ വന്നിട്ട് കെട്ടാൻ പറ്റില്ല, എന്തെന്ന് ദുരിതാശ്വാസം കൊടുത്തിട്ടില്ല, ദുരിതാശ്വാസ ഫണ്ട് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞ അവിടെ ഈ മതിലാണ് കെട്ടുന്നത്. അപ്പോൾ പറഞ്ഞാൽ അത് പുറമ്പോക്കാണ്. ഞാൻ പറഞ്ഞു പുറമ്പോക്കൊന്നും ഇല്ലാണ്, താലൂക്കിൽ നാളെ നടന്നിട്ട് പോയ സ്ഥലമാണ്. ഇനി എന്തിനാണ് അതിപ്പോൾ നീ കെട്ടണ്ട ഓടിക്കൊണ്ട് ചവിട്ടി മതിലിടിക്കാൻ പോയി. ഞാൻ ടപ്പനെ മതിലിടിക്കല് ഞാൻ ഇപ്പോൾ കെട്ടിയതേ ഉള്ളൂ, ഇടിക്കല്ലേ എന്ന് പറഞ്ഞിടയ്ക്ക് കയ്യെ ഒറ്റ അടി വലിച്ചു. അങ്ങനെ എനിക്ക് ഒരു ആക്സിഡൻറ്റ് വേണ്ടി കിടക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. വാരിയിൽ എണ്ണം പൊട്ടി, ഈ ഷോൾഡറിൽ പൊട്ടലാണ്, കൈയിൽ പൊട്ടൽ, എല്ലാം പൊട്ടലായിരുന്നു. ഈ അത് ശശിയന്മാരാണ് വലിച്ചടിക്കുമ്പോൾ ഈ ഷോക്ക് കൊണ്ട് ഇപ്പോൾ ഈ പൊട്ടലുകളെല്ലാം വീണ്ടും വലിഞ്ഞു. അങ്ങനെ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. ഞാൻ അത്രയ്ക്ക് 3 മാസം കിടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ആ രീതിയിൽ ജീവിക്കുന്നതാണ്. പക്ഷേ എന്നിട്ട് കുറേ അസഭ്യവാക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇഷ്ടംമാതിരി തള്ളയ്ക്കാണ് വിളിച്ചത്. എനിക്കറിയില്ല ഇയാൾ എൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല. ഇനി വെറും നിമിഷമായ രീതിക്കാണ് ചീത്ത വിളിച്ചത്. എന്നാൽ ഞാൻ ഇത്രയും ചോദിച്ചു. തൊട്ടപ്പുറത്ത് റോഡിൽ കയറിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മളാണ് ഇത് റോഡിൽ കയറി ചെയ്യുന്നതെങ്കിൽ അത് എന്തിനാണ് ചെയ്യുന്നത്? അത് നിങ്ങൾ ചെയ്യുക, അത് എൻ്റെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇഷ്ടമുള്ളവർ ചെയ്യും. ഇവിടെ ചെയ്യാൻ പറ്റില്ല. അവിടെ ഞാൻ പറയാം അങ്ങനെ നിങ്ങൾ അപ്പുറം സൈഡ് ഇടിക്കും, അത് പറ്റില്ല. അവിടെ റോഡിൽ അവർ കോൺക്രീറ്റ് ചെയ്യാൻ അധികാരമുണ്ട്. ഞാൻ പറയും ഇത് റോഡിൽ കയറ്റിയിട്ടില്ല, അവർ വസ്തുവിലല്ലേ കെട്ടിക്കുന്നത്, പട്ടിയും പൂച്ചയും കാര്യമായാലും കെട്ടിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ശശിയുടെ വാദം. കയ്യിലെന്താ സംഭവിച്ചത്? കയ്യിൽ അടിച്ച സമയത്ത് ഈ പൊട്ടൽ വീണ്ടും വിട്ടുപോയി. കാരണം അത് പൊട്ടലുണ്ടായിരുന്ന പൊട്ടലാണ്. അതിപ്പോൾ 3 മാസം ബെഡ് റെസ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് അറിയാമല്ലോ, അത് ഊരി പിടിച്ച് ക്ലാസ്സൊക്കെ ഇളക്കിയതായിരുന്നു. ഇപ്പോൾ ഈ പൊട്ടൽ വീണ്ടും അത് വലിഞ്ഞു കിടക്കും. ഇനി MRI എടുക്കുമെന്നാണ് പറയുന്നത്. വെള്ളനാട് പഞ്ചായത്തിലെ ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ കണ്ടതാണ് 2 കാട്ടുപോത്തിറങ്ങി ജനത്തിൻ്റെ ജീവിതത്തിന് തടസ്സമായി മാറുന്നു. അത് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ഫോറസ്റ്റും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഞങ്ങളെല്ലാം. ഇപ്പോൾ അറിയുന്ന വാർത്ത വെള്ളനാട് പഞ്ചായത്തിൽ വെള്ളനാട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അഭിലാഷ് എന്ന് പറയുന്ന ആളിൻ്റെ വീടിൻ്റെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ പണിയായിട്ട് നിന്ന പ്രശാന്തിൻ്റെ കയ്യെ അടിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാനും പ്രശാന്തിനെ കണ്ടതാണ്. കാരണം തിരക്കി പറയാൻ പ്രശാന്ത് 2-3 പ്രാവശ്യം ചോദിച്ച് ദുരിതാശ്വാസം അടയ്ക്കുന്നില്ല, പിന്നെ അവിടെ പിറമ്പോക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രശാന്തിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി പണം കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് മതിൽ ചവിട്ടി ഇടിക്കാൻ പോയപ്പോഴാണ് പ്രശാന്ത് അതിനെ ചെറുത്ത് വസ്തുവിൻ്റെ ഉടമയും അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാളെ കയ്യെ പിടിച്ച് തിരിച്ചത്. കൈ വലിയ പ്ലാസ്റ്ററാണ്, ഞങ്ങൾ കണ്ടതാണ്. ഡോക്ടറെ കണ്ടപ്പോൾ കൈയുടെ തോളെല്ലാം വിട്ടുപോയിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ ഇത് വെള്ളനാടിന് ഒരു ഭാഗത്ത് ഭീഷണിയായി മാറും. ജനപ്രതിനിധികൾ ജനത്തിന് സ്വൈര്യതയും സമാധാനവും അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ജനപ്രതിനിധികൾ കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നടപടിയെടുക്കണം. അതിന് പകരം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു ഡ്രൈവറെ താൽക്കാലിക ഡ്രൈവറെയും വിളിച്ചു, ഞാൻ അറിഞ്ഞ ഡ്രൈവർ മദ്യപിച്ചിരുന്നതാണ്, ഒരു ഡ്രൈവറെയും കൊണ്ടുപോയി ആ വസ്തുവിൻ്റെ മതിലിടിക്കുക, വസ്തു ഉടമയെ അടിക്കുക, തൊഴിലാളിയെ കൈകാര്യം ചെയ്യുക, ഇതെന്ത് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണ്? ഇയാളെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് CPM. ആ പ്രസ്ഥാനം സത്യത്തിൽ നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനുമുള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇത്തരം തെമ്മാടിത്തനമായി ഇത്തരം ഗുണ്ടായുസവുമായി പോകുന്നത്. നിങ്ങൾക്കറിയാം, പത്രമാധ്യമങ്ങളെ മാതൃഭൂമിയുടെ ലേഖനത്തിന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പോട്ട് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വെള്ളനാട് ജനതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരുപക്ഷെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. പണ്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോൾ ഞങ്ങൾ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടിയും ചാടി അപ്പുറത്ത് പോയത്. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. ഞങ്ങളിതിനെ അപലപിക്കുന്നു. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അപാകതയോ തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളുണ്ട്, പോലീസ് അധികാരികളുണ്ട്. അവരെ കൊണ്ട് നടപടിയെടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സദാചാര വിരുദ്ധ പോലീസായാൽ ജനം കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് നിയമപരമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ ഗുണ്ടായുസങ്ങളെ നിയമപരമായ രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളടക്കം രണ്ട് കാട്ടുപോത്തിൻ്റെ പുറകെയാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് കാട്ടുപോത്തിൻ്റെ ശല്യവും മറുഭാഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപദ്രവവും കൊണ്ട് ജനങ്ങൾ പുറത്തുമുട്ടുകയാണ്. ഇതിനൊരു പരിഹാരത്തിലേക്കാണ് ഞങ്ങൾ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അധികാരികളും ആവശ്യപ്പെടുന്നത്.